എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നർച്ചറിംഗ് ഇന്ത്യസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 2021 ഏപ്രിൽ മാസത്തെ കുരുക്ഷേത്ര മാഗസിനിലെ ആദ്യത്തെ ആർട്ടിക്കിളാണ് നർച്ചറിംഗ് ഇന്ത്യസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന് പ്രിലിമിനറിക്ക് വേണ്ടിയും മറ്റൊന്ന് മെയിൻസിന് വേണ്ടിയിട്ടുള്ള രണ്ട് തലങ്ങളിലേക്കാണ് ഈ ആർട്ടിക്കിൾ നമുക്ക് ഒരു ഗൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് ഹെറിറ്റേജ് എന്ന് നോക്കാം, എന്താണ് കൾച്ചർ എന്നൊക്കെ നോക്കാം. ബേസിക്കലി നമുക്ക് എന്താണ് ഹെറിറ്റേജ് എന്താണെന്ന് നോക്കാം. Cultural heritage is the legacy of cultural resources and intangible attributes of a group or society that is inherited from the past generations. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളിലെ പല മേഖലകളിൽ നിന്നും പഴയ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാവും, അമ്പലങ്ങൾ ഉണ്ടാവും, പള്ളികൾ ഉണ്ടാവാം, മിനാരങ്ങൾ ഉണ്ടാവും, ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ നിർമ്മിച്ചതും അത് കാലാകാലങ്ങളായി നമ്മൾ സംരക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ ഒരു വേർഷനാണ് നമ്മുടെ ഈ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ നിർമ്മിതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വെറും അന്നത്തെ നിർമ്മാണ രീതികളെ കുറിച്ച് മാത്രമായിരുന്നില്ല. പകരം അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്ന ജീവിത ശൈലികളും അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഈ ഒരു നിർമ്മിതിയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടുമുള്ള ഒരു വെളിച്ചം വീശുന്നതാണ് ഈ ഓരോ പൈതൃകമായിട്ടുള്ള ഓരോരോ നിർമ്മിതികളും. അപ്പം അത് ഇപ്പോൾ നമുക്ക് ഒരുപാട്, നമ്മുടെ രാജ്യത്ത് ഏകദേശം ഒരുപാട് 5 ലക്ഷത്തിന് മുകളിൽ നിർമ്മിതികളുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇതൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുക? ഇതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാകും. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഡ്യൂറിങ് ദ COVID-19 പാൻഡമിക് ഇറ നമ്മുടെ ആളുകൾ എന്ത് ചെയ്തു? രാജ്യം മുഴുവൻ എന്ത് ചെയ്തു? ഷട്ട് ഡൗൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇപ്പോൾ പതുക്കെ ഒരു റീ ഓപ്പണിങ്ങിന്റെ ഭാഗത്തേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റീ ഓപ്പണിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ രാജ്യം തുറന്ന് വീണ്ടും പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ട്രാവൽ അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ടൂറിസം ഇൻഡസ്ട്രി നമ്മൾക്കറിയാം, ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും ഒരു സ്മോക്ക്ലെസ് എവർ ഗ്രോവിംഗ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ മാലിന്യങ്ങൾ ഉൾപ്പെടുത്താതെ എന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ഈ ടൂറിസം ഇൻഡസ്ട്രി എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുക? പലപ്പോഴും പല സ്ഥലങ്ങളിലെയും പല അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് ഈ ഹെറിറ്റേജിന്റെ ഭാഗവുമായിട്ട് നമ്മൾക്ക് അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഈ അൺടാപ്ഡ് പൊട്ടൻഷ്യൽസ് ഉപയോഗിക്കുന്നത് വഴി ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ജീവിതത്തിലേക്ക് എത്താൻ പറ്റുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുക. നമുക്കറിയാം, നമ്മുടെ ജനങ്ങളിലെ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള ജനങ്ങളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 40,925 രൂപയാണ്. 40,925 രൂപയിൽ അധികം ആൾക്കാരും എന്താണ്, ഒരു സൊസൈറ്റിയിലെ അധികം ആൾക്കാരും, റൂറൽ സൊസൈറ്റിയിലെ അധികം, അതായത് 70% ആളുകളും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സീസണൽ വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള മഴയോ അല്ലെങ്കിൽ സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായാൽ ഈ ഇൻകം എന്ന് പറയുന്നത് വളരെ നാമമാത്രമായിട്ടുള്ള ഇൻകം ആയിട്ട് മാറിയേക്കാം. അപ്പോൾ പക്ഷേ അവിടെയാണ് ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രി ഏറ്റവും മുൻപിലേക്ക് ഒരു വഴി തുറന്നു വെക്കുന്നത്. എങ്ങനെയാണ് ടൂറിസം ഇൻഡസ്ട്രി ഒരു വഴി തുറന്നു വെക്കുന്നത് എന്ന് നോക്കാം. ഈ ഹെറിറ്റേജ് ടൂറിസം ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഈ ഹെറിറ്റേജ് ടൂറിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ ഒരു ഔട്ട്കം ആയിരിക്കും എന്താണ്? എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ വേരിയസ് ബിസിനസ്. അതായത് വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് ജനറേഷൻസ് അല്ലെങ്കിൽ ഒരു തൊഴിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. ഏറ്റവും അടിസ്ഥാനപരമായി ബിസിനസ് ജനറേഷൻ എന്ന് പറയാം. എന്താണ് ബിസിനസ്? ഷോപ്പുകളാവാം, അല്ലെ, ലോക്കൽ ഷോപ്പുകളാവാം, ടൂർ ഗൈഡുകളാവാം. ഇങ്ങനെയുള്ള ചില ഒരു അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിൽ വിന്യാസങ്ങൾ ആ മേഖലകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കറിയാം, തൊഴിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം പതുക്കെ വളരെയധികം സ്റ്റേബിൾ ആകാനോ അല്ലെങ്കിൽ ഉയർന്നു വരാനോ ഉള്ള ഒരു സാഹചര്യം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? ഈ ബിസിനസ് ജനറേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാർക്ക്
അതിനുള്ള ഒരു സാഹചര്യമാണ് ബിസിനസ് തുടങ്ങാനുണ്ടായ ഒരു കാരണം. എങ്ങനെ? കാര്യം അതായത് അൺടാപ്ഡ് പൊട്ടൻഷ്യൽ, അതായത് ഉദാഹരണം ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പൈതൃകത്തിൽ ഊന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധ്യതയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ആളുകൾക്ക് എന്ത് വേണം? ആളുകൾക്ക് ഫുഡ് ആൻഡ് ഷെൽട്ടർ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഫുഡ് എങ്കിലും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങളുടെ ആവശ്യം ഉണ്ടാവേണ്ടി വരും. അത്തരത്തിൽ വളരെ നമ്മുടെ കുടുംബശ്രീ പോലുള്ള അസോസിയേഷനുകൾക്കും വ്യക്തികൾക്കും ഇൻഡിവിജ്വലിനും എന്ത് ചെയ്യാൻ പറ്റും? അത്തരത്തിലുള്ള ഫുഡ് വെൻഡിങ് ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഫുഡ് വെൻഡിങ് ഷോപ്പുകളിൽ പലപ്പോഴും എന്ത് ചെയ്യണം? ഇൻവെസ്റ്ററെ കൂടാതെ ഒരു ഒന്നോ രണ്ടോ അതിലധികമോ തൊഴിലാളികൾക്ക് ജോലിക്ക് സാധ്യത ഉണ്ടാവാൻ പറ്റും. അത് മീൻസ് ഒരു ഇൻകം, അതായത് ലോക്കൽ പീപ്പിളിന്റെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ആ സ്ഥലത്തിലുള്ള ബിസിനസ് ലോക്കൽ ജനതയുടെ ഇൻകം കൂട്ടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? കൂടുതൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ വലിയ സ്ഥാപനങ്ങൾ ആ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ FDI എന്ന് നമുക്ക് തൽക്കാലം പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം എന്താണ്? മറ്റ് ഇതര വലിയ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സാധ്യത അവിടേക്ക് എത്താൻ പറ്റും. വലിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴത്തേക്ക് വലിയ ബിസിനസ്സുകൾ സ്ഥാപിക്കും, വലിയ ഇൻകം ജനറേഷനും അവിടെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. ദാറ്റ് മീൻസ് ഇതിന്റെ ഒരു ഓവറോൾ ഔട്ട്കം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. ഇപ്പൊ എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ് ഏറ്റവും ബേസിക്കലായിട്ട് വരിക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം ആണ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയും. എന്താണ് കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറയാ? പലപ്പോഴും അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് പുറം നാട്ടുകാരുമായിട്ട് സംവദിക്കുവാനും അവിടെ നിന്ന് അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള ട്രേഡും ബിസിനസ്സും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളും വളർത്തുവാനും അല്ലെങ്കിൽ അവരുടെ ചില നല്ല വശങ്ങൾ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഡെവലപ്മെന്റിൽ വീണ്ടും ഒരു ഇമ്പോർട്ടന്റ് ഔട്ട്കം ആയിട്ട് നമുക്ക് പറയാം അങ്ങോട്ടേക്കുള്ള ഇൻഫ്രാ ഡെവലപ്മെന്റ്. എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ? റോഡ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങോട്ടുള്ള പാർക്കിംഗ് ഏരിയാസ്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽ തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചർ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം അവിടെ ഉണ്ടാകാൻ പറ്റും. അതിന്റെ ഓവറോൾ ഔട്ട്കം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിൽ ബി ഇൻക്രീസ്ഡ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതായത് വ്യക്തികളുടെ ജീവിത നിലവാരങ്ങൾ ആ സമൂഹത്തിൽ വളരെ വേഗം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. അടുത്ത ഒരു നെഗറ്റീവ് സൈഡ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് പൊല്യൂഷൻ, അതായത് മലിനീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ കോർപ്പറേറ്റൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരം കോർപ്പറേറ്റ് വൽക്കരണം പോലുള്ള സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും ആ വിഭാഗത്തിലുള്ള ആ നാട്ടിലുള്ള ലോക്കൽ ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന ചില അവസരങ്ങൾ പുറം നാട്ടുകാർ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ സ്ഥലം അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങളുണ്ട്. ജോലി കിട്ടിയേക്കാം, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഈ പ്രോപ്പർട്ടി ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഒരു ഭൂമി മറ്റു ആളുകളിലേക്ക് കൂടുതൽ കാലത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം? പലപ്പോഴും അങ്ങനെ സംഭവിക്കുമ്പോൾ മറ്റു ഇതര ജോലികളിലേക്ക് ആളുകൾ തിരിയാനും അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ, അഗ്രികൾച്ചറിലുള്ള അഗ്രോണമിയിൽ ഊന്നിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ജനങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ കുറയാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ വേണ്ടത് എന്താണ്? ലോക്കൽ ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോ സംഘടനകളോ ചേർന്നിട്ടുള്ള മാക്സിമം ഒരു ബിസിനസ് ഡെവലപ്മെന്റുകൾ സ്ഥാപിക്കപ്പെടുക. അതുപോലെ തന്നെ നമ്മുടെ പുരുഷ സ്വയം സഹായ സംഘം അല്ലെങ്കിൽ നമ്മളുടെ കുടുംബശ്രീ പോലുള്ള സംഘടനകൾ വഴി മൈക്രോ ഫിനാൻസുകൾ നൽകുകയും അതുവഴി പുതിയ ബിസിനസ്സുകൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇനി ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലൈഡിൽ നമുക്ക് എടുക്കാൻ പറയും. ഇതിൽ നമുക്കറിയാൻ പറ്റും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2020-2021 ബജറ്റിൽ 5 ആർക്കിയോളജിക്കൽ സർവേ സൈറ്റുകൾക്ക് ഒരു
ഒരു പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രാഖിഗറി, ഹസ്തിനപുര, ശിവസാഗർ, ധോളവീര, അടിച്ചനല്ലൂർ to be developed as iconic sites with an on-site museum. അപ്പൊ ഈ രണ്ട് കാര്യം ഇതൊരു വളരെയധികം പ്രധാനപ്പെട്ട പ്രിലിം ഫാക്ടർ ആണ്. പ്രിലിമിനറിക്ക് വരാനുള്ള സാഹചര്യമാണ്. വേണമെങ്കിൽ ഇവിടെ രണ്ട് രീതി ചോദിക്കാം. മാച്ച് ദ ഫോളോവിങ് വേണമെങ്കിൽ ചോദിക്കാം. രാഖിഗർഹി, ഹസ്തിനപുർ UP, ശിവസാഗർ ആസാം, ധോളവീര ഗുജറാത്ത്, അടിച്ചനല്ലൂർ തമിഴ്നാടു. ഇത് സംസ്ഥാനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു എന്താണ് ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ രാഖിഗർഹി ഇപ്പൊ നമുക്കറിയാം, രാഖിഗർഹി എവിടെയാണ്? ഹരിയാനയിലാണ്. ശിവസാഗർ ആസാം ആണ്, ഹസ്തിനപുർ ഉത്തർപ്രദേശ് ആണ്, ധോളവീര ഗുജറാത്ത് ആണ്, അടിച്ചനല്ലൂർ തമിഴ്നാടാണ്. ഇങ്ങനെയുള്ള ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഒരു പ്രധാനപ്പെട്ട അടുത്ത ഒരു ഭാഗമാണ് രാഖിഗർഹി എന്താണെന്ന് നോക്കാം. 2020-21 ബജറ്റിൽ രാഖിഗർഹി ഒരു ഐക്കോണിക് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? രാഖിഗർഹിക്കൊപ്പം മറ്റ് 4 സംസ്ഥാനങ്ങളിലെ ഹസ്തിനപുരം, ശിവസാഗർ, ധോളവീര, അടിച്ചനല്ലൂർ ഇൻ തമിഴ്നാട് will also be developed as iconic sites with on-site museum. on-site museum അടക്കമുള്ള ഒരു ഐക്കോണിക് സൈറ്റ് ആയിട്ട് ഈ 5 സ്ഥലങ്ങളെ, 5 ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ എന്താണ് രാഖിഗർഹി എന്ന് പറയാം? രാഖിഗർഹി എന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സൈറ്റിലെ ഏറ്റവും വലിയ ഒരു സൈറ്റ് ആണ് രാഖിഗർഹി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. എവിടെയൊക്കെയാണുള്ളത് ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത്? ഹരപ്പ, മോഹൻജദാരോ, ഗൻവേരിവാല ഇൻ പാകിസ്ഥാൻ ആൻഡ് ധോളവീര ഇൻ ഗുജറാത്ത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റുകളായിട്ട് ഓർത്ത് വെക്കുക. പ്രിലിംസിന് ആവശ്യമായിട്ട് വരും. രാഖിഗർഹി എക്സ്കവേഷൻസ് ആർ ബീങ് ഡൺ ടു ട്രേസ് ഇറ്റ്സ് ബിഗിനിങ് ആൻഡ് സ്റ്റഡി ഇറ്റ്സ് ഗ്രാജുവൽ എവല്യൂഷൻ ഫ്രം 6000 BC to 2500 BC. The site was excavated by അമരേന്ദ്രനാഥ് ഓഫ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അമരേന്ദ്രനാഥ് ആണ് ഇത് എക്സ്കവേറ്റ് ചെയ്തത്. The archaeological excavation revealed the mature Harappan phase represented by planned township having mud brick as well and burned brick houses with a proper drainage system. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ കാലഘട്ടത്തിന് ചിന്തിക്കാൻ അല്ലെങ്കിൽ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള വളരെയധികം ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലിവിങ് പ്രാക്ടീസ് ആണ് എവിടെ നടത്തിയിരുന്നത്? രാഖിഗർഹിയിൽ നടത്തിയിരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സാധ്യതയായിട്ട് മുന്നോട്ട് വയ്ക്കാം. ഇവിടെ നമുക്ക് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിലിണ്ട്രിക്കൽ സീൽ കിട്ടിയിട്ടുണ്ട്. അതിൽ 5 ഹാരപ്പൻ ക്യാരക്ടേഴ്സ് ഓൺ വൺ സൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ഓഫ് an alligator on the other side is an important find from this site. ഈ അലിഗേറ്റർ സൈറ്റ്, അലിഗേറ്ററിന്റെ സിമ്പിൾ ഉള്ളത് എവിടെയാണ്? നമുക്ക് രാഖിഗർഹിയിൽ നിന്ന് കിട്ടിയത് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. The ceramic industry represented by redware which include dish on stand, vase, perforated jar among others. മറ്റ് ആന്റിക്വേഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലേഡുകൾ, ടെറാക്കോട്ട ആൻഡ് ഷെൽ ബാംഗിൾസ്, ബീഡ്സ് ഓഫ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് കോപ്പർ ഒബ്ജക്ട്സ്, ആനിമൽ ഫിഗറിംഗ്, ടോയ് കാർട്ട് ഫ്രെയിം ആൻഡ് വീൽ ഓഫ് ടെറാക്കോട്ട, ബോൺ പോയിന്റ്, ഇൻസ്ക്രൈബ്ഡ് സ്റ്റീറ്റഡ് സീൽസ് ആൻഡ് സീലിംഗ്സ്. ഇതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ചില ആന്റിക്വിറ്റീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പൊ ഈ ആന്റിക്വിറ്റീസിന്റെ ലിസ്റ്റുകളൊന്ന് ഓർത്ത് വെക്കുക. ഇറ്റ് കുഡ് ബി ആസ്ക്ഡ് ഇൻ യുവർ പ്രിലിംസ് എക്സാമിനേഷൻ. അടുത്ത റിച്വൽസ് ആൻഡ് ബurials ആണ്. Animal sacrificial pit lined with mud brick and triangular and circular fire altars on the mud floor have also been excavated that signifies the ritual systems of Harappans. അതായത് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഈ ഹാരപ്പൻ സിസ്റ്റത്തിലെ ഒരു റിച്വൽസിനെ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളെ, മതചടങ്ങുകളെ ഓർമ്മിപ്പിക്കുന്ന ചില സാധ്യതകൾ എവിടെയുണ്ട്? രാഖിഗർഹിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. The excavation yielded a few extended burials which certainly belong to a very late stage, maybe the medieval times. Recent findings, the study of DNA from skeletal remains excavated from the Harappan cemetery, Rakhigarhi found in people in Harappan civilization have an independent origin. The study negates the theory of Harappans having steppe pastoral or ancient Iranian farmer ancestry. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു ഔട്ട്കം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഹാരപ്പൻസിന് ഒരു ഇറാനിയൻ ഫാർമർ ആൻസിസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു പൈതൃകം അവകാശപ്പെടാനുണ്ട്. ഏത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനിയൻ ഫാർമർ ആൻസിസ്ട്രിയെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഓൺ സൈറ്റ് മ്യൂസിയം അടക്കമുള്ള ഒരു
ഐക്കോണിക് സൈറ്റ് ആണ് ഹസ്തിനപുരം എന്ന് പറയുന്നത്. ഹസ്തിനപുരം നമ്മുടെ മഹാഭാരതയിലും മറ്റു പുരാണങ്ങളിലും വളരെയധികം പേരിട്ട് കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു റീജിയൻ ആണ് ഹസ്തിനപുരം എന്ന് പറയുന്നത്. ഹസ്തിനപുരം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീററ്റ് ഡിസ്ട്രിക്റ്റിലെ, ഉത്തർപ്രദേശിലെ മീററ്റ് ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് ഈ ഹസ്തിനപുരം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു എക്സ്കവേഷൻ നയിച്ച ആൾ ഡോക്ടർ BB ലാൽ ആണ്, who was at the time the superintendent of excavation branch of ASI. One of the most significant discoveries were made in this site was new ceramic industry, which was named the Painted Greyware, which as per the report represented the relics of the early Indo-Aryans. Hastinapuram, Mathura, Kurukshetra, Barnava, etc. are identified with those of same name mentioned in മഹാഭാരത. മഹാഭാരതയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ പേരുകൾ തന്നെയാണ് ഇവിടെയും നൽകപ്പെട്ടിരിക്കുന്നത്. ഇഫ് ദാറ്റ് ബി സോ, ദ പെയിന്റഡ് ഗ്രേ വെയർ വുഡ് ബി അസോസിയേറ്റഡ് വിത്ത് early settlers of the site, mainly Pauravas, Panchalas, etc. ഇതിനകത്തും എന്താണ്, ഒരു ആര്യൻ സ്റ്റോക്കിന്റെ ആദ്യ കാലഘട്ടത്തിന്റെ ഒരു പൗരവന്മാര് അല്ലെങ്കിൽ പഞ്ചാലന്മാരുടെയൊക്കെ ഒരു ട്രേസ് അല്ലെങ്കിൽ ഒരു ഇവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഹസ്തിനപുരം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അടുത്ത ശിവസാഗർ. എക്സ്കവേഷൻ അറ്റ് ശിവസാഗർ താത്തൽഗർ complex between 2000 and 2003 led to the discovery of buried structures in the northwestern and northeastern side of the complex. Among the structural remains found at the site were ceramic assemblages including vases, vessels, dishes and bowls, etc. Terracotta smoking pipes were also found. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് കണക്കാക്കുക. ടെറക്കോട്ട സ്മോക്കിംഗ് പൈപ്സ് കിട്ടിയത് എവിടെ നിന്നാണ്? ശിവസാഗരത്തിൽ നിന്നാണ്. Another excavation site in Shivasagar district is Gargon Raja's Palace. Excavation at the site was conducted during 2007-8. A burnt brick wall running in north-south orientation was found along with the remains of two huge circular wooden posts. ഈ സർക്കുലർ വുഡൻ പോസ്റ്റ് ഏതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ പ്രിലിംസ് എക്സാംസിന് ചോദിക്കാം. അത് ശിവസാഗറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹ്യൂജ് സർക്കുലർ വുഡൻ പോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കാം. അടുത്ത ധോളവീര, ഗുജറാത്തിലെ ധോളവീരയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. Dholavira in Gujarat is located in the Khadir island of Rann of Kutch, and like Rakhigarhi is one of the sites where the remains of Harappan civilization have been found. Dholavira is unique because the remains of complete water system have been found here. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് എടുത്തു വെക്കുക. കംപ്ലീറ്റ് വാട്ടർ സിസ്റ്റം കണ്ടെത്തിയത് ഈ പറഞ്ഞ 5 എണ്ണത്തിൽ ഏതിലാണ്? ധോളവീരയിൽ നിന്നുമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? കംപ്ലീറ്റ് വാട്ടർ സിസ്റ്റം നമുക്ക് കിട്ടിയിരിക്കുന്നത്. The people who lived in there for an estimated 1200 years during the Harappan civilization are noted for their water conservation system using rainwater harvesting techniques in otherwise parched landscape. Rainwater harvesting ഇതും ഒരു പോയിന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ധോളവീരയെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയിൽ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് അടിച്ചനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ഈ 5 സിറ്റികളിലെ 5 റീജിയൻസിലെ സദേൺ റീജിയനിലുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ഒരേ ഒരു എന്താണ് സൈറ്റ് ആണ് അടിച്ചനല്ലൂർ. ഇത് എവിടെയാണ്? തൂത്തുക്കുടി ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു. The urn burial service was found broad light during the Hazard excavation by a German archaeologist in 1876. Following this, an Englishman, Alexander Ray, excavated the site between 1889 and 1905. Over the year, the site has gained attention because of 3 important findings. എന്തൊക്കെയാണെന്ന് നോക്കാം. Discovery of an ancient Tamil Brahmi script on the inside of an urn containing a full human skeleton, a fragment of a broken earthenware, and remains of living quarters. അപ്പം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വലിയൊരു നമ്മുടെ അകനാനൂർ പുനഃനാനൂറിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പല പല രീതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ്? ഒരു വലിയ ആൾക്കാരെ അടക്കം ചെയ്യാനുള്ള വലിയ കലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കലത്തിനകത്ത് ഒരു ഫുൾ സ്കെലിട്ടനോട് കൂടി കിട്ടിയ ഒരു റീജിയൻ ആണ് അടിച്ചനല്ലൂർ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ ഒരു റീജിയൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ 5 ലൊക്കേഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളുടെ കുരുക്ഷേത്രയിലെ ആദ്യത്തെ ആർട്ടിക്കിളിന്റെ ആദ്യ പകുതി ഭാഗത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് 2 രീതിയിലാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് എന്തിന് നമ്മൾ ഈ ഒരു റീജിയൻ സംരക്ഷിക്കണം എന്ന ചോദ്യത്തിന്റെ ഉത്തരം. ഒന്ന്, പ്യുവർലി ഇറ്റ് ഹെൽപ്സ് ടു സ്കെയിൽ അപ്പ് ദ ഇൻകം ഓഫ് ലോക്കൽ പീപ്പിൾ. അപ്പൊ എങ്ങനെ ചെയ്യാം? അതിൽ പോസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞു, നെഗറ്റിവിറ്റി പറഞ്ഞു. അപ്പോൾ അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് പോസിറ്റിവിറ്റി എന്തൊക്കെയാണ്? ഒന്ന്, ബിസിനസ് ജനറേഷൻ, ആൻഡ് അതുകൊണ്ട് അതിന്റെ ഒപ്പം തന്നെ എംപ്ലോയ്മെന്റ് ജനറേഷൻ, ഇൻകം അപ്പ് സ്കെയിലിംഗ്,
എന്താണ് പിന്നെ ഉള്ളത്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വിൽ ബി ഇംപ്രൂവ്ഡ്. നെഗറ്റിവിറ്റീസ് എന്തൊക്കെയാണ്? പൊല്യൂഷൻസ് ഉണ്ടാവാം, എന്താണ് പുറമേ നിന്നുള്ള ആളുകൾ ഉണ്ടാവാം, കോർപ്പറേറ്റൈസേഷൻ ഉണ്ടാവാം, ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓൺ വെഹിക്കിൾ, ലോസ് ഓഫ് ലോക്കലൈസ്ഡ് പോപ്പുലേഷൻ, അതായത് സാധാരണ ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാഹചര്യമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ലോക്കലി ആയിട്ടുള്ള ആളുകൾക്ക്, ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകൾക്ക്, അതായത് നമ്മുടെ സംഘടനകൾക്ക്, പുരുഷ സ്വയം സഹായ സംഘം അല്ലെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകൾ പോലുള്ള സംഘടനകൾക്ക് എന്ത് ചെയ്യാം? ഫൈനാൻസ് നൽകിക്കൊണ്ട് കൂടുതൽ ബിസിനസ് ജനറേഷന് വേണ്ടുന്ന സാധ്യതകൾ വളർത്താനുള്ള ഒരു രീതി അവിടെ ചെയ്തു തുടങ്ങണം. അതൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു ഘടകമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് 3-4 സൈറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഈ റാക്കിഗറിയുടെ ഒരു എന്താണ് നിങ്ങളുടെ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു മാച്ച് ദ ഫോളോവിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ചിലപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഈ 5 സ്ഥലങ്ങളെ കുറിച്ച് റാക്കിഗറി, ഹസ്തിനപുരം, ശിവസാഗർ, ധോളവീര, അടിച്ചനല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളെ കുറിച്ച് ഈ ഇരിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷനിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.